അത് ആസൂത്രിതമായി ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ അത് കോൺഗ്രസ് സുധാകരൻ പ്ലാൻ ചെയ്ത് RSSൻ്റെ 2 പേര് വാടക കൊലയാളികളെ വിലക്കെടുത്ത് പണം കൊടുത്തെടുത്ത് അവരെ കൊണ്ടുവന്ന് ട്രെയിനിൽ വരുന്ന അവസരത്തിൽ വെടിവെച്ചു. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇക്കാര്യം എപ്പോഴെങ്കിലും സുധാകരൻ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? അല്ല, സുധാകരൻ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? കോടതിയിലൊക്കെ കേസും വിചാരണയൊക്കെ നടന്നിട്ടുള്ളതല്ലേ. ആ കേസിൽ കോടതി ശിക്ഷിക്കുകയും ചെയ്തു 2 പേരെ. ആ കേസ് തന്നെ നരസിംഹറാവുവിൻ്റെ കാലത്താണ്. ഓങ്കോൾ കോടതിയിൽ കേസ് നടക്കുമ്പോൾ ആ കേസ് അതിൽ സുധാകരനും ആ കേസിൽ പ്രതിയാണ്. സുധാകരനെ ഒഴിവാക്കിയെടുക്കാൻ ഒരു ശ്രമം നടന്നു, പക്ഷേ കോടതി സമ്മതിച്ചില്ല. അവസാനം ആ കേസ് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ ഈ വെടിവെച്ച 2 പേര് കേസ് പ്രത്യേകമായി എടുത്ത് അവരെ 17 വർഷക്കാലം കോടതി തടവിന് ശിക്ഷിച്ചു. അവർ ജയിലിലായിരുന്നു. അതിലൊരാൾ അതിനിടയിൽ മരണപ്പെട്ടു പോയി. പിന്നെ സുധാകരൻ്റെ കേസ് ഇപ്പം പെൻഡിങ്ങിലാണ്. അതിപ്പോൾ കോടതിയിലാണ്. അതിപ്പോൾ കോടതി നടക്കുന്നുണ്ട്. 95-ലാണ്. 10 വർഷമായി, 10-28 വർഷമായി ആ കേസ് ഇങ്ങനെ നടക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ സുധാകരൻ്റെ ഒരു കേസില്ല, ഞാനില്ല എന്നെല്ലാം പറയുമെങ്കിലും ഇപ്പം പുള്ളിക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായി. ഏതായാലും കോൺഗ്രസ് സുധാകരൻ ആസൂത്രണം ചെയ്ത് വാടക കൊലയാളികളെ വിലക്കെടുത്ത് നടത്തിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അതുണ്ട്. ആ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സ്വാഭാവികമല്ലേ. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ശാരീരിക പ്രശ്നം ഉണ്ടാവും. ഒരുപാട് നമ്മുടെ സഖാക്കൾ മരിച്ചില്ലേ. ഞാനിത് ഏറ്റതാണെങ്കിൽ പോലും ജീവിക്കുന്നുണ്ടല്ലോ. അത് തന്നെ നല്ലതെന്ന് കണക്കാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.